പവർ ഓഫ് കോമ്പൗണ്ടിങ് ഈസ് ദ 8th വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത പല വീഡിയോകളിലും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റിൽ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ 3 പാർട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് സാധാരണ ഒരു ഇൻവെസ്റ്ററെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഈ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇൻകം ലഭിക്കുന്ന, അതായത് ബാങ്ക് നിക്ഷേപങ്ങൾ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇൻകം ലഭിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇങ്ങനെ നമ്മൾ ആവശ്യം അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില എക്സൽ പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഈ 3 വീഡിയോകളിൽ പല അവസരങ്ങളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതെങ്ങനെയാണ് ആക്ച്വലായിട്ട് സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ പലപ്പോഴും അവർക്കുണ്ടായിരിക്കുകയില്ല. ഇതേപോലെ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്ന വ്യക്തികൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിലുണ്ടാകാവുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റി പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം. എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആക്ച്വലായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ വളരെ കുറവാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ സാധാരണ ബാങ്കിലുള്ള നിക്ഷേപങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റിലുമുള്ള നിക്ഷേപങ്ങളിലാണ്. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ. മ്യൂച്വൽ ഫണ്ടുകൾ ഒരു പാസ് ത്രൂ വെഹിക്കിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് വിവിധ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തി ആ സെക്യൂരിറ്റികളിൽ നിന്നുണ്ടാകുന്ന ലാഭം അതിൻ്റെ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഫണ്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അലൗ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് മാക്സിമം ചാർജ് ചെയ്യാവുന്ന എക്സ്പെൻസസുകൾ ചാർജ് ചെയ്തതിന് ശേഷം റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുക എന്നതാണ് ബേസിക്കായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഷെയറുകളും മറ്റും വാങ്ങുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിവിഡൻറ്റുകളിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. NRIs ആണ് ഈ നിക്ഷേപം നടത്തുന്നതെങ്കിൽ അവർ നടത്തുന്ന നിക്ഷേപങ്ങൾ തിരിച്ചു വാങ്ങുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനു വേണ്ടിയിട്ട് ടാക്സ് ഡിഡക്ഷൻ നടത്താറുണ്ട്. ഈ ടാക്സ് ഡിഡക്ഷൻ ഉപരിയായിട്ട് ഒരു ടാക്സബിൾ ഇൻകമുള്ള വ്യക്തിയാണ് ഈ നിക്ഷേപങ്ങൾ നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആകാം. ഇതേപോലെയുള്ള ഇൻകങ്ങൾ ടാക്സബിളാണ്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്, നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസറ്റ്സിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഇൻകം ഏത് തരത്തിലുള്ള ഇൻകം ആണെങ്കിലും അത് ഡിവിഡൻറ്റുകളാകാം, അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റികൾ മാർക്കറ്റിൽ വിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന റിയലൈസ്ഡ് ഗെയിൻ ആകാം, ക്യാപിറ്റൽ ഗെയിൻ ആകാം. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഇൻകം ടോട്ടലി ഫണ്ടിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ അത് ടാക്സ് ഫ്രീ ആണ്. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ലഭിക്കുന്ന ഇൻകം അവർ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യുക. ഒരു ഉദാഹരണം നോക്കിയാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അവർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ക്യാഷ് ഫ്ലോ കുറവായിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ ഇൻകത്തിൽ നിന്ന് ടാക്സ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് അവർക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ കേസിൽ അവർക്ക് ഫുള്ളായിട്ട് എമൗണ്ട് കിട്ടുന്നത് കാരണം ലഭിക്കുന്ന ഡിവിഡൻഡ് അതേപോലെ അവർക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ റെഗുലറായിട്ട് ഈ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടാവാം. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഷെയറിൻ്റെ പ്രൈസിൽ വരുന്ന മൂവ്മെൻറ്റിനെ പ്രിഡിക്റ്റ് ചെയ്ത് സാധാരണയായിട്ട് ഫണ്ട് മാനേജേഴ്സ് പല കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. ഒരു കമ്പനിയുടെ ഷെയർ വിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു റിയലൈസ്ഡ് ഗെയിനോ റിയലൈസ്ഡ് ലോസോ ഉണ്ടാകാം. റിയലൈസ്ഡ് ഗെയിനാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്ന ആ ഇൻകവും
ഫർദറായിട്ട് അവർ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ്, മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ വിറ്റ് അവർക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ റിയലൈസ്ഡ് ഗെയിൻ. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഷെയർ പ്രൈസുകളിൽ വരുന്ന അപ്രീസിയേഷനാണ്. ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ 3 കമ്പനികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ്, വിപ്രോ, അതേപോലെ MRF. ഈ 3 കമ്പനികളുടെ ഷെയർ പ്രൈസുകൾ അതിൻ്റെ IPO മുതൽ ഇന്ന് വരെയും എത്ര 1000 ഇരട്ടി റിട്ടേൺസ് ആണ് അതിന് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നതെന്നുള്ളത് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് റിയലായിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് മ്യൂച്വൽ ഫണ്ടുകളിൽ വർക്ക് ചെയ്യുന്നതെന്ന്. ഒരു സാധാരണ ഇൻവെസ്റ്ററും അതേപോലെ ഒരു മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് ഒരു പാസ് ത്രൂ വെഹിക്കിളാണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഷെയറുകളിലും മറ്റും നിക്ഷേപം നടത്തി ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ടാക്സ് പേയ്മെൻറ്റ് നിങ്ങൾ ഡെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഡേറ്റിലേക്ക്. ഒരു ബാങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ ആ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻട്രസ്റ്റോ ഇൻകമോ ലഭിക്കുന്നുണ്ടെങ്കിൽ അതാത് ഫൈനാൻഷ്യൽ ഇയറിൽ ആ ഇൻകം നിങ്ങളുടെ ടാക്സ് റിട്ടേണിൽ കാണിച്ച് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. എന്നാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ റിയലായിട്ട് ടാക്സ് കൊടുക്കേണ്ടത് നിങ്ങൾ ആ യൂണിറ്റുകൾ വിൽക്കുന്ന സമയത്തേനാണ്. അപ്പോൾ നിങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് 5 വർഷത്തേനോ 10 വർഷത്തേനോ 20 വർഷത്തേനോ നിങ്ങളിവിടെ ഡെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ലോങ് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്ന നിക്ഷേപങ്ങളിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ടാക്സ് എത്രയാണോ അതും ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ കോമ്പൗണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എത്ര ഇയർലി ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഇൻ ബിറ്റ്വീൻ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെയോ വിഡ്രോ ചെയ്യാതെയോ ഇരിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫണ്ടുകൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ലൊരു ഗ്രോത്ത് തരാൻ പറ്റുന്ന തരത്തിലുള്ള ഫണ്ടുകളായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ കോമ്പൗണ്ടിങ്ങിലുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ഇനി വരുന്ന വീഡിയോകളിൽ എങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ നടത്തുന്ന നിക്ഷേപങ്ങളിൽ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുക, അത് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്കിൽ നടത്തുന്ന നിക്ഷേപങ്ങളിലുള്ള ഡിസഡ്വാൻറ്റേജുകൾ എന്താണ്, ഈ കാര്യങ്ങളാണ് ഞാൻ 2ാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3ാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഫോസിസ്, വിപ്രോ, അതേപോലെ MRF ഈ 3 ഷെയറുകൾ ഞാൻ തിരഞ്ഞെടുത്ത് ആ ഷെയറുകളിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ എത്രയൊക്കെ റിട്ടേൺസ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുണ്ടാവാം, എങ്ങനെയാണ് ഈ ഷെയറുകളിൽ ആ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തിയപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തത്. 3ാമത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം 12 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ആ നിക്ഷേപത്തിന് ഏകദേശം 480% ആബ്സല്യൂട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് ഏതാണ്, എങ്ങനെയാണ് ആ ഫണ്ടിൽ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്തത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 1ാമത്തെ വർഷം മുതൽ 12ാമത്തെ വർഷം വരെയും ഓരോ വർഷവും എത്രയൊക്കെ ഗ്രോത്താണ് ആ ഫണ്ട് നൽകിയത്, പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്ക് എങ്ങനെയാണ് ആ ഫണ്ടിൽ വർക്ക് ചെയ്തത്, ഈ കാര്യങ്ങളാണ് 3ാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുന്നത് കാരണം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിച്ചുള്ള 2ാമത്തെയും 3ാമത്തെയും വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.